മഹാന്മാരുടെ പല നിഗമനങ്ങളിൽ ഒന്നിത്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം അല്ലാഹുവിനെ സമർപ്പിച്ചവരാണ്. നമ്മുടെ ആരാധനകൾ, നമ്മുടെ സമയങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ കർമ്മങ്ങൾ, എന്തിനേറെ നമ്മുടെ ശരീരം പോലും എല്ലാം അല്ലാഹുവിന് സമർപ്പിതമാണ്. എല്ലാം അല്ലാഹുവിനുള്ളതാണ്. അതാണല്ലോ നമ്മൾ 5 നേരം നമസ്കാരത്തില് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവരും അല്ലാഹുവിനോട് ആദ്യമായിട്ട് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞാവാക്ക് പറയുന്നു, ഒരു സത്യവാചകം പറയുന്നു. ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ അതിന്റെ അർത്ഥം? അല്ലേ, അത് ഓതണില്ലേ? ഇരിക്കോ, നിങ്ങൾ ഇരുന്നോളൂ. ഈ ഒരേ സൈഡിൽ മോണിറ്റർ വെച്ചിട്ടാകുമ്പോ നല്ല അടിയാണ്. ಒಂದೇ ಕಡೆಯಲ್ಲಿ ಹಾಕಿದ್ರಿಂದ ತುಂಬಾ ತೊಂದರೆ ಆಗ್ತದೆ, 2 ಸೈಡ್ಲಿ ಇದ್ರೆ ತುಂಬಾ ಚೆನ್ನಾಗಿತ್ತು. അങ്ങനല്ലേ, അത് തുളുവല്ലേ? കന്നഡ ഒരേ സൈഡാകുമ്പോ നല്ല സൗണ്ട് അൽഹംദുലില്ലാ. പക്ഷെ ഒരേ സൈഡിലാകുമ്പോ ഒരു ബുദ്ധിമുട്ട്. അതുമല്ല, കണ്ണുവേദന ഉണ്ട്, നല്ല കണ്ണുവേദനയുണ്ട്. അപ്പൊ നല്ല സൗണ്ട് എടുക്കാനാകുമ്പോ തല ഇങ്ങനെ അനങ്ങുമ്പോ, ഞരമ്പ് അനങ്ങുമ്പോ നല്ല പ്രയാസമുണ്ട്. പിന്നെ ഏറ്റെടുത്ത പരിപാടിയല്ലേ, ഇനിയിപ്പോ കണ്ണാമ്പലല്ലേ, ഇനി ഹാർട്ടിന്റെ ഫയലും ചെല്ലും കൊണ്ട് ഓറ് കേൾക്കല, നിങ്ങണക്കും വന്നിട്ട് പോകണം ചൊല്ലും. അപ്പൊ പിന്നെ ചെല്ലാതിരിക്കുന്നല്ല ഹൈറും ചെല്ലിറ്റുമല്ല വന്നു. കറക്റ്റ് സൗണ്ട് അൽഹംദുലില്ലാ എല്ലാം കറക്റ്റ്, ഒരു ബുദ്ധിമുട്ടും ಇಲ್ಲ. ಎಪ್ಪಳು ಎಲ್ಲಿ ಹೋದ್ರು ಅದನ್ನ ನೀವು ತುಂಬಾ ಶ್ರದ್ಧೆಯಲ್ಲಿ ಇಡಬೇಕು. 2 ಸೈಡಲ್ಲೂ ಮಾನಿಟರ್ ಆಗಬೇಕು. ರಾಂಗ್ ಸೈಡ್ ಒಂದು ಸೈಡಲ್ಲಿ ಹಾಕೋದು ಮಹಾ ತಪ್ಪೋದು, ರಾಂಗ್. ಅದು ನಮ್ಮ ಆರೋಗ್ಯಕ್ಕೆ ಹಾನಿಕರ. ಸ್ವಲ್ಪ ಈಚೆ ಮಾಡಿ, ಅದು ಒಳ್ಳೆಯದು. ഏതായാലും സൗണ്ട് അൽഹംദുലില്ലാ നല്ല സൗണ്ട്. എനിക്ക് സമയം കളയാണ്ട് നമ്മ പെട്ടെന്ന് തീർക്കാം. അങ്ങല്ല ഇങ്ങനെ എനക്ക് കേക്കന്നെ പോണം. എന്തായെങ്കോ ചെവിന്റെ കണ്ട പൊട്ടിയെങ്ങോ മോശമില്ല. അല്ല അങ്ങല്ല, എനക്ക് കേൾക്കും പോലെ. അത് എനക്കുള്ളത്, നിനക്കല്ല. നിനക്കതാ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, മറ്റു സൽക്കർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം അല്ലാഹുവിനിക്കാണ്. മുട്ടുപേടി, കമ്മി ಮಾಡಬೇಡಿ, ಎಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿದೆ, ಚೆನ್ನಾಗಿದೆ. എല്ലാം അല്ലാഹുവിനിക്കാണ്. അപ്പൊ അല്ലാഹുവിന് വേണ്ടി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളും ഭക്തിയുടെ ആൾക്കാരുമായി ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ, അവന്റെ വിശ്വാസികളായി ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവർ. അത് 2 സൈഡ് ആക്കി മതി, കുറെ തിരിക്കണ്ട. ഇപ്പൊ തീരോടത്തോളം സൗണ്ട് തന്നെ നേരെ കൊണ്ടിരുന്നെങ്കാവല്ലോ ഉസ്താദ്. മതി, ഇങ്ങനെ മതി. വിടി. ഞാൻ എന്ത് പറഞ്ഞ സൗണ്ട് തരാക്കണം. നിങ്ങ എന്റെ കൂടെ വേണം. ഞാൻ ആർക്കോ മലക്കിനല്ല വയത് പറയുന്നത്, അല്ലെങ്കിൽ ഏതോ അഗോചര പിന്നെ അദൃശ്യ ശക്തികളോടല്ല സംസാരിക്കുന്നത്, നിങ്ങളോടാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങളോട് ചോദിക്കുക തന്നെ പറയും, പിന്നെ ചോദിക്കുക തന്നെ ചെയ്യും. ഞാനിവിടെ പരാമർശിക്കപ്പെടുന്ന വാക്കുകൾ, പറയപ്പെടുന്ന മഹാന്മാരുടെ പേരുകൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുക തന്നെ വേണം. കാരണം ഒരു കാതിൽ കേട്ടിട്ട് മറ്റേ കാതിൽ വിട്ടിട്ട് അങ്ങനെ പോവാന് ഇത് ഗുരുകിരന്റെ സംഗീത കച്ചേരിയല്ല, ഇത് യേശുദാസിന്റെ പാട്ടല്ല, ഇത് വയല, ഇത് ദീനാണ്. ഇത് കൽബിലേക്ക് ഇറങ്ങണം. ഇത് നിങ്ങളെ കൽബിൽ വേണം, ഇത് നിങ്ങളെ മനസ്സിൽ പതിയണം, ഇത് നിങ്ങൾ നല്ലോണം തല കൊടുത്ത് കേൾക്കണം. നമ്മുടെ ഈ സമയം വിലപ്പെട്ടതാണ്, ഈ നേരം വിലപ്പെട്ടതാണ്, ഈ നേരം വിലപ്പെട്ടതാണ്, ഈ നേരം വിലപ്പെട്ടതാണ്, ഈ സമയം വിലപ്പെട്ടതാണ്, അനുഗ്രഹീതമാണ്. ഇത് ഒരിക്കലും വെറുതെയാകാൻ പാടില്ല, ഇത് ഒരിക്കലും വെറുതെയാകാൻ പാടില്ല.
ഈ സമയത്ത് നാം ചെയ്യുന്ന ഈ സൽക്കർമ്മം പോലെയുള്ള ഒരമല്, ഇന്നത്തെ ഈ ദിവസം മറ്റൊരമല് നമ്മൾ ചെയ്തിട്ടില്ല. 5 നേരം നിസ്കാരം കഴിഞ്ഞാൽ, ഫർളാകപ്പെട്ട 5 നേരം നമസ്കാരം കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ചെയ്ത അമലുകളെ കൂട്ടത്തിൽ വെച്ച്, ഇബാദത്തുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പോരിശയാകപ്പെട്ട അമല് ഈ ഇരുത്തമാണ്. ഈ ഇരുത്തമാണ്, ഈ സംസാരമാണ്, ഈ വയലിന്റെ മജ്ലിസാണ്, ഈ പരിപാടിയാണ്. കാരണം ഇത് ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. ഇൽമുമായി ബന്ധപ്പെടുക എന്നത് വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ ലോകത്ത് പകരം വെക്കാനില്ലാത്ത അമലും, എണ്ണിയാൽ തീരാത്ത പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട അമല്. സുബ്ഹാനല്ലാഹ്. അറിവ് എവിടെ കിട്ടിയാലും നമ്മൾ പഠിക്കണമല്ലോ, അറിവ് തേടി പോകണമല്ലോ. അറിവ് എവിടെ കണ്ടാലും നമ്മൾ പറക്കിയെടുക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അറിവ് എന്നത് വിശ്വാസിയുടെ നഷ്ടപ്പെട്ടു പോയ മുതലാണ്. മുഅ്മിനായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വീണുപോയ സാധനമാണ് ഇൽമ്. അത് എവിടെ കണ്ടാലും നിങ്ങൾ പിറക്കിയെടുക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇൽമി എവിടെ കണ്ടാലും നിങ്ങൾ കേട്ടുപഠിക്കണം, നിങ്ങളത് പഠിക്കുക തന്നെ വേണം. ഇൽമി എന്നത് വലിയ കാര്യമാണ്. അത് പറയുന്നത് ആരും നോക്കണ്ട, പറയിപ്പിക്കുന്നത് ആരും നോക്കണ്ട, എവിടെയാണ് പറയുന്നത് എന്ന് നോക്കണ്ട. അള്ളാന്റെ ദീനിന്റെ ഇൽമാണോ, മതവിജ്ഞാനമാണോ, അത് ഉപയോഗപ്പെടുത്തിക്കോളൂ, അത് പഠിച്ചെടുത്തോളൂ. ഇൽമിന് വലിയ ശ്രദ്ധയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടല്ലേ മുൻഗാമികൾ അറിവ് ആരിൽ നിന്ന് കിട്ടിയാലും അവർ സ്വീകരിക്കുമായിരുന്നു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്റെ കൂടെ ഇല്ലേ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോയ സമയത്ത് സുബ്ഹാനല്ലാഹ്, അവിടെ അതാ തലമുടി കളയാൻ, ഹജ്ജിൽ നിന്ന് അതല്ലെങ്കിൽ ഉംറയിൽ നിന്ന് തഹല്ലുലാകാൻ വേണ്ടിയിട്ട് അവിടെ അതാ തലമുടി കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുമ്പോ അവിടെ അതാ തലമുടി കളയുന്ന ബാർബർമാരുണ്ട്. ചെറിയ പൈസ ദീനാറ് കൊടുത്താൽ, ദിർഹം കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹദിയ കൊടുത്താൽ അവർ അതാത് ചെയ്തു തരും. അതവർ ചെയ്തു തരുമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പിന്നെ അറിഞ്ഞപ്പോ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ നേരെ ഒരു ബാർബറിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അയാളെ മുമ്പിൽ അതായിരുന്നിട്ട് ഇങ്ങനെ തലമുടി കളയാൻ വേണ്ടി പറഞ്ഞു. തലമുടി കളയാൻ വേണ്ടി അയാളുടെ മുമ്പിൽ ആ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോ ഇരുന്നത് എങ്ങനെ അറിയോ? കിബിലാക്ക് പിന്നിട്ടിട്ടാണ്. അപ്പൊ ബാർബറായ മുടികളെയുന്നവനായ ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, അല്ല അബൂ ഹനീഫ തങ്ങള്, കിബിലയിലേക്ക് മുന്നിടല് സുന്നത്താണ്, അതുകൊണ്ട് നിങ്ങൾ കിബിലേക്ക് മുന്നിട്ടോളൂ. മഹാനായ അബൂ ഹനീഫ തങ്ങളതാ കിബിലയിലേക്ക് മുന്നിടുകയാണ്. എന്നിട്ട് അവിടെ നിന്നതാ തലമുടി കളയാൻ മഹാനറങ്ങ് തല കാണിച്ചു കൊടുത്തപ്പോ തന്റെ തലയുടെ ഇടതുഭാഗമാണ് കാണിച്ചു കൊടുത്തത്. ആ സമയത്ത് ഈ തലമുടി എടുക്കുന്ന, തലമുടി കളയുന്നയാൾ അബൂ ഹനീഫ തങ്ങളോട് പറഞ്ഞു, അല്ല അബൂ ഹനീഫ തങ്ങള്, വലത്തതിനെ മുന്തിക്കല് എല്ലാ കാര്യത്തിലും സുന്നത്തല്ലേ, അതുകൊണ്ട് തലയുടെ വലതുഭാഗം കാണിച്ചോളൂ, ഞാൻ വലതുഭാഗത്തിൽ നിന്ന് മുടി കളയട്ടെ എന്നാ മഹാനോടതാ ബാർബർ ഷാപ്പുകാരൻ പറയുകയാണ്. എന്നിട്ടതാ കിബിലയിലേക്ക് മുന്നിട്ട് തലയുടെ വലതുഭാഗവും കാണിച്ചിട്ട് മൗനിയായിട്ടങ്ങനെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. മിണ്ടാതങ്ങിരുന്നത് കണ്ടപ്പോ, മൗനിയായിട്ടങ്ങിരിക്കുന്നത് കണ്ടപ്പോ മഹാനായ അബൂ ഹനീഫ തങ്ങളോട് ബാർബർ ഷാപ്പുകാരൻ അവിടുന്ന് ചോദിച്ചു, അത്രയല്ല, നിങ്ങളെന്തേ മിണ്ടാതിരിക്കുന്നു? നിങ്ങളെന്തേ മിണ്ടാതിരിക്കുന്നു? തൽബിയത്ത് ചൊല്ലിക്കോളൂ. നിങ്ങൾ ഹജ്ജിന്റെ സമയത്തല്ലേ, നിങ്ങൾ ഇഹ്റാമിന്റെ വേഷത്തിലല്ലേ, തൽബിയത്തൂര വിട്ടോളൂ, ലബ്ബൈക പറഞ്ഞോളൂ. അതീ സമയത്ത് നിങ്ങൾ അധികരിപ്പിക്കേണ്ട ദിക്റാണ്, വാക്കാണ്, അതുകൊണ്ട് മൗനിയായിട്ട് അങ്ങനെ ഇരിക്കരുത് എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു കുഞ്ഞിനെ പോലെ, ഒരു ഉസ്താദിന്റെ മുമ്പിൽ പഠിക്കാനിരിക്കുന്ന കുട്ടിയെ പോലെ ആ ബാർബർ ഷാപ്പുകാരൻ പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും അവിടുന്ന് പഠിച്ചെടുക്കുകയാണ്. അതേ സമയത്ത് അബൂ ഹനീഫ തങ്ങൾ എന്തു പറഞ്ഞില്ല?
നീ ഇപ്പൊ മസാല ഒന്നും ചെയ്യലാന്ന് കണ്ട, നീ ഒരിക്കൽ മുടിയെടുത്തു, ഞാൻ വലിയ ആള് എന്ന് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ഇത് അറിയല്ലേ, ഖിബിലക്ക് മുന്നിടണോ, വലത്തെ ഭാഗത്ത് ഫസ്റ്റ് എടുക്കണോ, ഈ സമയത്തെല്ലാം തൽബിയത്ത് തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കണോ? ആരാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു? അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് അറിയില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മഹാനർക്കറിയാം. പക്ഷെ എല്ലാവർക്കും അറിഞ്ഞതല്ല എപ്പോഴും ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മറന്നുപോവാലോ, വിട്ടുപോവാലോ, അവിചാരിതമായി ചിലപ്പോ പറയപ്പെട്ടതിന് എതിരി ചെയ്യാലോ. സംഭവിക്കില്ല അങ്ങനെ. ഇപ്പൊ ഒരാൾ എന്റെ ഇവിടെ മൊബൈൽ തരുന്ന പെട്ടെന്ന് ചിലപ്പോൾ എടുത്തേക്കൽ കൊടുത്തു, പെട്ടെന്ന്. അത് മനഃപൂർവ്വമല്ല, വലത്തേക്കലാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് നിയമമാക്കപ്പെട്ടത്. അങ്ങനെ സംഭവിച്ചു പോകാം. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കും അങ്ങനെയാണ് പറ്റിയതെന്ന് കൂട്ടിക്കോ. പക്ഷെ അത് ഓർമ്മപ്പെടുത്തിയപ്പോ, അത് നല്ല നിലക്ക് പറഞ്ഞു കൊടുത്തപ്പോ, ബാർബർ ഷാപ്പുകാരനാണ് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞിട്ട് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നിസ്സാരമാക്കിയില്ല, അയാൾ അവഗണിച്ചില്ല. അയാൾ പറഞ്ഞതിനതാ നല്ല ബല കൊടുത്തു, നല്ല ബല കൽപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞത് മുഴുവനും സ്വീകരിച്ചു മഹാനായ അബൂ ഹനീഫ. കാലത്തിന്റെ കുത്തുപാട് കേൾക്കണം നിങ്ങള്, ചെറിയ ആളല്ലല്ലോ മഹാനറ്. അബൂ ഹനീഫ ഇമാമുൽ ആലം എന്ന അപരാഭിനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ്. സഹാബികളെ കണ്ട നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കൂട്ടത്തില് സഹാബികളെ കണ്ട ഏക ഇമാമാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. സഹാബികളെ കണ്ട ഏക ഇമാം. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഇമാം ഷാഫി തങ്ങളെ സഹാബികളെ കണ്ടിട്ടില്ല, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ സഹാബികളെ കണ്ടിട്ടില്ല, മാലിക് ഇമാം തങ്ങളെ സഹാബികളെ കണ്ടിട്ടില്ല. സഹാബികളെ കണ്ടവരെ വരാൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ വരെ വരാൾ അത് മഹാനായ അബൂ ഹനീഫ. മഹാന. എന്നിട്ട് പോലും അയാളെ കയ്യിൽ അറിവുണ്ട്, നല്ല നല്ല പഠിക്കേണ്ട വിഷയങ്ങളുണ്ട്. ബാർബർ ഷാപ്പുകാരൻ പറഞ്ഞത് ഇൽമാണ് എന്ന് മനസ്സിലാക്കിയപ്പോ മഹാനറവ അത് സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. കാരണം ഇൽമാര് പറഞ്ഞു തന്നാലും സ്വീകരിക്കണം, എവിടെ പറഞ്ഞു തന്നാലും സ്വീകരിക്കണം, എപ്പോ പറഞ്ഞു തന്നാലും സ്വീകരിക്കണം, അതാര് പറയിപ്പിച്ചാലും സ്വീകരിക്കണം. കാരണം അത് ഇൽമാണ്. ഇൽമെന്നത് വലിയ കാര്യം, അത് നിസ്സാരമാക്കപ്പെടേണ്ട വിഷയമല്ല. എന്താ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം? ഇരുന്നോളൂ കുഞ്ഞുങ്ങൾ ഇരുന്നോളൂ. ഇനി എണീച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പാടില്ല. ഇന്ന് ലാസ്റ്റ് അവസ്ഥ പരിപാടി, നാളെ അപ്പൊ ഇതുപോലെയുള്ള വാലിന്റെ മജ്ലിസ് കിട്ടുന്നു എന്ന് പറയുമ്പോ നമ്മളെല്ലാവരും നല്ല റാഹത്തോടെ, താല്പര്യത്തോടെ, ഉന്മേഷത്തോടെ വരണം. കാരണം അതൊരു നിധിയാണ്. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പിന്നെ ഇതെന്ത് നിധി? പ്രത്യേകിച്ച് ഞങ്ങളെ യുവതലമുറ, നമ്മളുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ ബാല്യക്കാർ, നമ്മുടെ എന്താ പറയാ യുവജനാംഗ അല്ലേ അവർക്ക് എന്ത് വാല്യൂ? ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ബാല്യക്കാരല്ലല്ലോ, ആണോ? നമ്മുടെ നാട്ടിൽ എല്ലാ ബാല്യക്കാരും ഇവിടെ വന്ന ഇല്ല. ഡേ നൈറ്റ് മാച്ച് ആയിരുന്നെങ്കിൽ, 2020 ആയിരുന്നെങ്കിൽ എത്ര ബാല്യക്കാരൻ്റെ അടിയന്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മളോട് ചോദിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് അല്ലാഹു ചെയ്തു തന്ന പല അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴും അവിടെ അല്ലാഹു ചോദിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ യൗവനകാലത്തെ കുറിച്ചാണ്, നമ്മുടെ യുവത്വ പ്രായത്തെ കുറിച്ചാണ്, നല്ല കാലത്തെ ആ ചോരത്തിളപ്പുള്ള ആ സമയത്തെ കുറിച്ച് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹു ചോദിക്കുമ്പോ അവന് തൃപ്തികരമായ മറുപടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇല്ല റബ്ബേ, നീ പറഞ്ഞതിന്റെ അപ്പുറം ഞാൻ പോയിട്ടില്ല, നിന്റെ പള്ളിയെ ഞാൻ മറന്നിട്ടില്ല, നിന്റെ ദീനിൽ നിന്നിട്ട് ഞാൻ അകന്നു പോയിട്ടില്ല, കള്ളകഞ്ചാവിന് ലഹരികൾക്ക് ഗാഞ്ചക്ക് ഞാൻ അടിമയായിട്ടില്ല, വലിയവരെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ചെറിയവരോട് നല്ലോണം പിരിശം കാട്ടിയിട്ടുമുണ്ട്, നാട്ടിൽ നടക്കുന്ന എല്ലാ സുഹൃതങ്ങൾക്കും ഞാൻ മുന്നിലുണ്ടായിരുന്നു എന്നുള്ള നല്ല മറുപടി പറയണമെങ്കിൽ ചെറുപ്പക്കാരാ
നമ്മൾ ആ പണി എടുത്തിരിക്കണ്ടേ? നാളെ അല്ലാഹു തആല ചോദിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല. കാരണം അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്താണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ വിലപ്പെട്ട സമയം, നമ്മുടെ സമയം, ഒഴിവ് സമയം. നിഅമത്താനി, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിഅമത്താനി മഅബൂദുൻ ഫീഹിമാ കസീർ അസ്സിഹ്ഹതു വൽ ഫറാഗ്. നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകളെ കൂട്ടത്തില് ഏറ്റവും വിലയേറിയ വണ്ണമേറിയ രണ്ട് നിഅമത്ത്, അതോടൊപ്പം അധിക ജനങ്ങളും ശ്രദ്ധിക്കാതെ പോയ രണ്ട് നിഅമത്ത്, പലരും അശ്രദ്ധയായിട്ടുള്ള രണ്ട് നിഅമത്ത്. ഏതറിയുമോ? അത് ഒന്ന് അസ്സിഹ്ഹത്തു, ആരോഗ്യമാണ്. നമ്മുടെ നല്ല കാലം, ആരോഗ്യമുള്ള കാലം. അതേ ചെറുപ്പക്കാരാ, നിന്റെ ഈ ബാല്യപ്രായം, അതേപോലെ പൊന്നുമോള്, നിന്റെ ഈ നല്ല ഈ പ്രായം, ഈ ചോരത്തിളപ്പുള്ള പ്രായം, നിന്റെ യുവത്വകാലം, ഇത് നാളല്ലോ അവന്റെ അടുക്കൽ വെച്ചിട്ട് അല്ലാഹു ചോദ്യം ചെയ്യും. പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോ തൃപ്തികരമായ മറുപടി ഞാനും നിങ്ങളും കൊടുക്കണം. അതിനെന്ത് വേണം? അല്ലാഹു പറഞ്ഞ വഴിയെ സഞ്ചരിക്കണം, അവന്റെ ദീനെ മുറുകെ പിടിക്കണം. പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ എത്ര പേരാണ് നമ്മളെ കൂട്ടത്തിൽ പള്ളിയിലേക്ക് എത്തിയത്? പൊന്നുമ്മ, എന്റെ ശബ്ദം കേൾക്കുന്ന പൊന്നുപങ്ങള്, ഇന്നത്തെ മാരിബ് ബാങ്ക് പോലും കേൾക്കാത്ത പെണ്ണുമോള് ഞങ്ങളെ വീട്ടിലുണ്ട്. ഇന്നത്തെ മാരിബിന്റെ ബാങ്ക് പോലും കേട്ടിട്ടില്ല. കാരണം എന്താ? ചാറ്റിങ്ങിലായിരുന്നു, അല്ലെങ്കിൽ ധാരാവാഹിന്റെ മുന്നിലായിരുന്നു, അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റോ കാര്യത്തിൽ മുഴുകിയിരുന്നു. ബാങ്ക് കേട്ടില്ല, പള്ളിയുടെ ഒരു ചലനവും അയാൾ അറിഞ്ഞില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ കഥ പറയേണ്ടതില്ല. എന്നാൽ കേൾക്കണോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, നല്ല പോലെ കേട്ടോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗം, അവന്റെ അർശിന്റെ തണല് മാത്രമേ എവിടെയുള്ള വേറൊരു തണലില്ല. ബസ് സ്റ്റാൻഡിന്റെ തണലില്ല, സത്രങ്ങളുടെ തണലില്ല, മരത്തണയുടെ തണലില്ല, ഒന്നുമേ ഇല്ല. ഒരു ചാണമുകളിൽ സൂര്യൻ ഉദിക്കുന്ന പരലോകം. സുബ്ഹാനല്ലാഹ്, അവിടെ അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ല. ആ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗങ്ങളെ കൂട്ടത്തില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ ഒരു വിഭാഗം ഏതറിയോ? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ കഴിഞ്ഞ ബാല്യക്കാരും ബാല്യക്കാർത്തികളും. ഹറാമ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട്, മനസ്സുണ്ടായിട്ട്, സാഹചര്യമുണ്ടായിട്ട് അതിനൊന്നും നിൽക്കാതെ അല്ലാഹനെ പേടിച്ച് ഹറാമിൽ നിന്ന് മാറി നിന്നവര്, എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നേ പാഞ്ഞു വന്നവര്, മാരിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മാരിബ് നമസ്കാരത്തിന് വേണ്ടി ഉള്ളെടുത്ത് റെഡിയായി നിന്ന പൊന്നുപങ്ങള്, ഇവർക്കൊക്കെയും നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് അർശിന്റെ തണലുണ്ട്. ചോദിക്കട്ടെ, നമുക്ക് അർശിന്റെ തണല് ലഭിക്കുമോ? നമ്മൾ അതിനുള്ള പണിയെടുത്തിട്ടുണ്ടോ? ആ നിലക്കാണോ നമ്മുടെ ജീവിതം? നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖല തെരഞ്ഞെടുത്ത് നോക്കിയാലും സുബ്ഹാനല്ലാഹ്, എല്ലായിടത്തും ആഭാസമാണ്, അശ്ലീലമാണ്, അനാവശ്യമാണ്. ഒരൊറ്റ അമലും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല. ഇല്ല, ബാല്യക്കാരെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും വഴി തെറ്റേണ്ടവരല്ല, അവർ ഒരിക്കലും വഴി പിഴക്കേണ്ടവരല്ല, അവർ ഒരിക്കലും അല്ലാഹനെ മറക്കേണ്ടവരല്ല. ബാല്യക്കാർക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറെ പരിഗണിച്ചിട്ടുള്ളൊരു വിഭാഗമാണ് നമ്മുടെ യുവാക്കളും യുവതികളും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുശ്ശാബി അത്തായിബ്, ഏറ്റവും നല്ല ബാല്യക്കാരൻ, ഏറ്റവും നല്ല യുവാവ്, ഖൈറുള്ള യുവാവ്, ഖൈറായ ബാല്യക്കാരൻ അത്തായിബു, ചെയ്തുപോയ പാപങ്ങളിൽ നിന്നിട്ടൊക്കെയും അല്ലാഹുവിനോട് പശ്ചാത്താപിച്ച് ഖേദിച്ചു മടങ്ങി പിന്നീട് നേരായ വഴിയിലേക്ക് വന്ന ബാല്യക്കാരൻ, അവനാണ് ബാല്യക്കാര കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ.
ഇത് വയലും കേട്ട് പോയിട്ട് സുബഹി നിസ്കരിക്കാത്ത ബാല്യക്കാരെ പറ്റുമെന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല. ആലോചിച്ച് നോക്കണം, നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവരെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ എങ്ങനെയാണ്, അവനെങ്ങനെയാണ് എന്ന് മറ്റുള്ളവരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതിയല്ലോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അതെ, നിങ്ങൾ മറ്റുള്ളവരെ എണ്ണിക്കണക്ക് കൂട്ടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കണേ, സ്വയം ഒന്ന് വിലയിരുത്തണേ. നിങ്ങളെ എല്ലാ നന്മകളും തിന്മകളും, നിങ്ങളെ സമയത്തിന്റെ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്ന രംഗങ്ങളും നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കൂ. നിങ്ങൾ സ്വയം വന്ന് പരിശോധിക്കൂ. എങ്ങനെയാണ് എന്റെ ജീവിതമെന്ന്, എങ്ങനെയാണ് എന്റെ അവസ്ഥയെന്ന്, എത്ര കണ്ട് ഞാൻ അമൽ ചെയ്തു എന്ന് നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കണേ. ശഫീഉനാ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ആഗ്രഹിച്ച, ആശിച്ച, പ്രതീക്ഷയർപ്പിച്ച വിഭാഗമാണ് ബാല്യക്കാര്. ഈ സമുദായത്തിന്റെ നട്ടെല്ലാണ്, ഈ ജനതയുടെ നട്ടെല്ലാണ്, ഈ നാടിന്റെ പ്രതീക്ഷയാണ്, കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, ഉമ്മ ബാപ്പാന്റെ പ്രതീക്ഷയാണ് നമ്മുടെ ബാല്യക്കാര്. അല്ലേ? ഓൻ തന്നെ കള്ളും കുടിച്ചിട്ട് മുഅരിബിനെ പെറുക്കി വന്നാലോ, അവൻ തന്നെ പണിയില്ലാണ്ട് അങ്ങനെ തേരാപാര നടന്നാലോ, തീരെ ദീനുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നവനായാലോ, പിന്നെ അവനിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? അവനെ പിന്നെ ആർക്ക് വേണം? ഏത് ദീനിന് വേണം അവന്? കേവലം പേര് വെച്ചത് കൊണ്ട് ഒരാള് മുസ്ലിമാകുമോ? നാമങ്ങൾ വെച്ചിട്ട് ഒരാള് മുസ്ലിമാവില്ല. നാമധാരിയാകരുത്, നാം കേ വാസ്തയാകരുത്. നമ്മൾ ശരിക്കും ഒരു മുസ്ലിമാകണം. ഇപ്പൊ ഡിസംബർ 6 കഴിഞ്ഞു ഇല്ലേ? ഡിസംബർ 6 കഴിഞ്ഞു. നമ്മുടെ ബാബരി പള്ളിയുടെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലയിടങ്ങളിലൊക്കെ റോഡ് സൈഡില് ടയറും മറ്റൊക്കെ കത്തിച്ചു. ഈ കത്തിക്കൊന്നും സുബഹിക്ക് പള്ളിക്ക് പോയി. അല്ല ഉസ്താദ്, ടയർ കത്തിക്കട്ടെ, എന്തിനു കത്തിക്കണം? എന്തിന്റെ ആവശ്യം എന്താ? എന്തിന്റെ ആവശ്യം എന്താ പറ? വിധി നമുക്ക് എതിരായി അല്ലെങ്കിൽ നിരാശാജനകമായി വിധി വന്നു കഴിഞ്ഞു. ഇനി എല്ലാം വിധിക്കുന്ന ഒരാളുണ്ട്, അവന് വിധിക്കട്ടെ. അതിനെന്ത് വേണം? അതിന് സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ ഒരു ദ്വാരന്നോണ്ടിരിക്കണം. ഇവിടെ പൊട്ടിയ ടയറല്ല കത്തിക്കണ്ടി. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് വീനെ നിരൂപിക്കാനും വിവാദാക്കാനും ആളുണ്ടാവും. എന്നാലും കാര്യം ഇതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റാണത്. നമ്മൾ എപ്പോഴും അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്നവരാകണം എന്ന് പേടിക്കണ്ട. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ ഭക്തന്മാരാണ്, വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് അല്ലാഹുവിന്റെ ലോകത്ത് ഉന്നതർ. നിങ്ങളാണ് എല്ലാവർക്കും മേലെയായവർ. നിങ്ങളാണ് വിജയിച്ചിട്ടുള്ളവർ. നിങ്ങളെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ, നിങ്ങളെ ഒറ്റപ്പെടുത്താനോ, നിങ്ങളെ എൻആർസി കൊണ്ടുവന്നിട്ട് മൂലക്കിരുത്താനോ ഒരു ശക്തിക്കും സാധ്യമേയല്ല. എപ്പോ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. കണ്ടില്ലേ നിങ്ങള് ഭക്തന്മാരായ 313ഓളം വരുന്ന വിശ്വാസികള്, ശക്തന്മാരായ 1000ഓളം വരുന്ന ശത്രുക്കളെയല്ലേ കീഴടക്കിയത്? പരിശുദ്ധമായ ബദർ യുദ്ധത്തിന്റെ ചരിത്രം അറിയില്ലേ നിങ്ങൾക്ക്? പഠിക്കേണ്ടതല്ലേ? നമുക്ക് മാതൃകയാതല്ലേ? നമുക്ക് മാതൃകാവരല്ലേ? വിശുദ്ധ ഖുർആനില്ലേ സൂറത്തുൽ കഹ്ഫ്? ആ സൂറത്തുൽ കഹ്ഫിലതാ പടച്ചതമ്പുരാൻ 7 ഔലിയാക്കന്മാരുടെ കഥ പറയുന്നുണ്ട്, 7 ഔലിയാക്കന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫില്, സൂറത്തുൽ കഹ്ഫ് കണ്ട സൂറത്തുൽ കഹ്ഫ് കണ്ടിനാ? ആര് കണ്ടിന്? വെള്ളിയാഴ്ച ഓതിയല്ലേ കാണും. വെള്ളിയാഴ്ച മാത്രം ഓതേണ്ടതല്ല, എപ്പോഴും ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ചൻ്റെ അന്ന് ജുമാ ഇല്ല എന്ന് പറയപ്പെട്ടിട്ടുള്ള പെണ്ണുങ്ങൾ പോലും വെള്ളിയാഴ്ചൻ്റെ അന്ന് പ്രത്യേകം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഇരിക്കും. ആ കസാരെല്ലാം കാലി കസാര ബാക്ക് കൊടുക്കി, കാലി കസാര ബാക്ക് കൊടുക്കി. 200 ആരും എണിക്കണ്ട, കാലി കസാര മാത്രം കൊടുത്തങ്ങ് മതി.
കാരണം കസേര കാര്യം കണ്ടിട്ട് ആരും എതിർക്കാൻ വന്നിട്ടിരിക്കല. കസേര കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും മുമ്പിൽ വരാല. മുമ്പിൽ തന്നെ വന്നിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണമെങ്കിൽ ഡേ നൈറ്റ് മാച്ചാണോ? അല്ലെങ്കിൽ എല്ലാവരും ബാക്കിലേക്കേ പോകും അത്രേ. അപ്പൊ പിന്നെ ഞാൻ ആരും ബേജാറാക്കിയും വേണ്ട. കാര്യം കസേര ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടിട്ട് ഇട്ടറി ഇരുന്നോട്ടെ. നോക്കി ഇരിക്കി മതി. സൂറത്തുൽ കഹ്ഫ് അത് എപ്പോഴും ഓതണം, വെള്ളിയാഴ്ച ഉണ്ടെന്ന് പ്രത്യേകം ഓതണമെന്ന് പറയപ്പെട്ട സൂറത്താണ്. ഏത്? സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പല കാര്യങ്ങളും ലോകത്തിന് മുമ്പിൽ പറയുമ്പോ ഒരു കാര്യം അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. 7 ബാല്യക്കാരെ കഥ പറയുന്നു ആ സൂറത്തിൽ. 7 യുവാക്കളെ ചരിത്രം പറയുന്നു. അസ്ഹാബുൽ കഹ്ഫ്, ഗുഹവാസികൾ. അസ്ഹാബുൽ കഹ്ഫ്, അഹ്ലുൽ കഹ്ഫ്, ഗുഹവാസികൾ. 7 ബാല്യക്കാരാണ്. ഇന്നഹും ഫിത്യ. വിശുദ്ധ ഖുർആൻ പറയുന്ന അവരെ പറ്റി ഇന്നഹും ഫിത്യ, അവർ ബാല്യക്കാരാണ്. ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവർ പച്ച ബാല്യക്കാരാണ്. അവർ ഈമാനികമായ ആവേശം കാണുമ്പോ, ആ ഈമാനികമായ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോ, ആളവേറിയ ഭക്തി കാണുമ്പോ നിങ്ങൾ വിചാരിച്ചു പോകണ്ട അവർ വയസ്സന്മാരാണെന്ന്. വയസ്സന്മാർക്ക് ഈമാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നത് ഉറപ്പാണ് അല്ലെ? അവർക്ക് നിസ്കാരവും ഓത്തും ബൈത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നത് ഉറപ്പന്നെ അല്ലേ? അല്ലേ? വയസ്സായിട്ടും പിന്നെ ഓത്തും ബൈത്തില്ലെങ്കിൽ ഇയാൾക്ക് വയസ്സായിട്ട് കാര്യം അല്ല. വയസ്സായിട്ടും ഇയാൾക്ക് നേരം വെളുത്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ നേരം വെളുക്കുന്ന ഇയാൾക്ക് മോന്തിയാവാനല്ല. അപ്പൊ വയസ്സന്മാർ നേരെയാവുക എന്നതൊരു പുതുമയുള്ള വിഷയമല്ല. അയാൾ നേരെ ആണ്ടിയ തന്നെ. 40 കഴിഞ്ഞിട്ട് ഒരാൾ നേരെയായില്ലെങ്കിൽ പിന്നെ അയാൾക്ക് അള്ളാന്റെ ലഅനത്തുണ്ട് എന്ന് നബി തങ്ങളെ ശാപമുണ്ട്. ആലോചിക്കണം. പക്ഷേ ബാല്യക്കാർ ബാല്യപ്രായത്തിൽ നേരെയാവുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഇത് കേട്ടോ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്ന മഹാന്മാർ സുബ്ഹാനല്ലാഹ് നല്ലവരായ ഈമാനിന്റെ നിറകുടങ്ങളായ 7 ഔലിയാക്കന്മാരാകുന്ന ബാല്യക്കാർ 7 ആളാണവർ. 7 പേര് അവരെല്ലാം ബാല്യക്കാരാണ്. ഇന്നഹും ഫിത്യ, അവർ ബാല്യക്കാരാണ്. ആ ബാല്യക്കാർ എന്ത് ചെയ്തറിയാം? നാട്ടിലെ രാജാവ് അന്ന് അവർക്കെതിരേതായ NRC കൊണ്ടുവന്നു. പണ്ടേ ഉണ്ട് ഇങ്ങനത്തെ കുറെ, ഇന്നോടിങ്ങൊന്നല്ല. ബേജാറാണ്. ഇങ്ങനത്തെ കുറെ ഓലപ്പാമ്പുകൾ മുന്നേ ഉണ്ട്. ഇവർക്കൊന്നും മനസ്സിലാണല്ലോ തോന്നുന്നു. അതിന് പേര് കൂട്ടി നമുക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് നമ്മളെ ഭാഷ പിടിക്കാനില്ലേ? നിങ്ങളെന്താ പ്രസംഗിക്കല്? ഇനിയിപ്പോ എന്നോടെന്താ പേര് കൂട്ടാൻ പറഞ്ഞു? ഇത് അന്നുള്ള രാജാവ് മുഅ്മിനീങ്ങളുടെ കഠിന ശത്രുവാണ്. അയാൾ ദൈവനിഷേധിയാണ്. അയാൾ കാഫിറാണ്. മാത്രമല്ല വിശ്വാസികളെ അയാൾ വേദനിപ്പിച്ചോ ഉപദ്രവിച്ചോ. വിശ്വാസികളുടെ അവരെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ ആ രാജാവ് എല്ലാ പണിയുമെടുത്തു. അവരെ നിഷ്കരുണം കൊല ചെയ്യാൻ തുടങ്ങി. പല നിലക്കും അവരെ ഉപദ്രവിച്ചു. സുബ്ഹാനല്ലാഹ്. അന്നാ നാട്ടിൽ ജീവിച്ച നല്ലവരായ മതബോധമുള്ളവരായ നല്ല ദീനീ ചിട്ടയിൽ ജീവിക്കുന്നവരായ 7 ബാല്യക്കാർ ആ നാട്ടിലുണ്ട്. അവർ തീരുമാനിച്ചു, ഇല്ല, ഇനി നാട്ടില് ഞങ്ങളില്ല. ഞങ്ങളും ഇവിടെ ജീവിച്ചു പോയാൽ ഞങ്ങളെ ഈമാനിനെയും അത് ബാധിക്കും. ഈ രാജാവ് ഞങ്ങളെ മുമ്പിൽ വന്നിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ സുഖസൗകര്യങ്ങളും പറ്റിക്കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സൗകര്യമില്ലെങ്കിലും സാരമില്ല, ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മറുനാട്ടിലേക്ക് പോകട്ടെ. ആ ബാല്യക്കാർ തീരുമാനിച്ചു. അവർ അതാ രാത്രിക്ക് രാത്രി പാരായണം ചെയ്യുന്നു.
ഇമാമിങ്ങൾ പറയുകയാണ്, രാത്രിയാണ് അവർ ഓടുന്നത്. നാട് വിട്ട് മറുനാട്ടിലേക്ക് അവർ ഓടുന്നത് രാത്രികളില്, ഇരുട്ടുള്ള സമയങ്ങളില്. പകലുകളിൽ എന്ത് ചെയ്തറിയോ? ഏതെങ്കിലും ഒരു പൊന്തക്കാടുകൾക്കിടയില്, കുറ്റിച്ചെടികൾക്കിടയില്, കൊടുവനങ്ങൾക്കിടയില്, കാടുകൾക്കിടയില്, മാളത്തിന്റെ ഉള്ളില് അവർ അതാ ഒളിച്ചിരിക്കും. രാജാവിന്റെ പട്ടാളക്കാർക്ക് കിട്ടാതിരിക്കാൻ, രാജാവിന്റെ പട്ടാളക്കാർ പിടികൂടാതിരിക്കാൻ അവർ അതാ പകലുകളിൽ ഒളിക്കും, രാത്രികളിൽ അവർ അങ്ങനെ സഞ്ചരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ പോയിട്ട് അവർ ഏതോ നാട്ടിലുള്ളൊരു ഗുഹയിൽ പാർത്തു. ചരിത്രം നീണ്ടതാണ്, വിശുദ്ധ ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്. ആ ഗുഹയിൽ അവർ ഉറങ്ങുകയാണ്. ക്ഷീണം വന്നുപോയ ആ 7 ബാല്യക്കാരും അവിടെ ഉറങ്ങുന്നു. ആ വറക്കിൽ നിന്ന് പിന്നീട് അവർ ഇശാറത്തായത് പറയാ, 309 കൊല്ലം കഴിഞ്ഞിട്ട് ولبثوا في كهفهم 300 وازدادوا 9. അവർ ആ ഗുഹയിൽ 309 കൊല്ലം പാർത്തു. 309 കൊല്ലം അവർ പാർത്തു. 309 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇശാറത്താകുന്നത്. നീണ്ട ഒരു വറക്കല്ലാ വിട്ടുകൊടുത്തു അവർക്ക്. അതിന്റെ ഇടയിൽ കുറെ രാജാക്കന്മാർ നാട് ഭരിച്ചിട്ട് മണ്ണ് ചേർന്നു പോയി. കുറെ നാട്ടുകാരും ലോകത്തോട് വിട പറഞ്ഞു പോയി. നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായി. നാട്ടിലുള്ള രാജാക്കന്മാരും മാറി മാറി വന്നു. ഇവരാണെങ്കിലോ കിടന്നതായ ആ ഗുഹന്റെ അകത്ത് ഉറക്കിലാണ്. പടച്ചറപ്പ് ഉറക്കിയതാണ്. 309 കൊല്ലം. 309 കൊല്ലം. 309 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് ഇശാറത്താവുന്നു. ഇശാറത്തായിട്ടാകുമ്പോ ജേഷ്ഠ സഹോദരൻ എന്ത് ചെയ്തറിയോ? അന്നത്തെ കാലത്തെ പൈസ, എപ്പോ അവർ പണ്ട് പായുമ്പുണ്ടായിരുന്ന കാശില്ലേ, 309 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ നാട് വിട്ടു പോകുമ്പോ ഒരു കേസിലുണ്ടായ കാശ്, അത് അന്നത്തെ കാശാണ്. അപ്പൊ അതിലുള്ള മുദ്ര, അതിലുള്ള ചിഹ്നം അന്നത്തെ രാജാവിന്റെ കോയിനില്, നോട്ടിലൊക്കെ. ആ പൈസയും പിടിച്ചിട്ട് ഒരു സഹോദരനെ, ജ്യേഷ്ഠ സഹോദരൻ എന്ത് ചെയ്തു? ഒരു സഹോദരനോട് ഈ ദീനാറും അന്നത്തെ ആ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നീ വേഗം പോയിട്ട് പൈക്കുന്നു. എത്ര ഞങ്ങൾ കുറച്ച് ഏറെ ഉറങ്ങി തോന്നുന്നു, അരമണിക്കൂർ ഏറെ ഉറങ്ങി തോന്നുന്നു. അവർ പറഞ്ഞങ്ങനെയാണ്. അവർക്കറിയില്ല ഞങ്ങൾ 309 കൊല്ലം വരെ ഉറങ്ങിയെന്ന് അവർക്കറിയില്ല. അവർ ഉറങ്ങിപ്പോയത് ഒരു രാത്രി സമയത്താണ്. അവർക്ക് ഇഷാർത്താകുന്നത് ഒരു രാവിലെ നേരത്താണ്. പക്ഷെ രാവിലെ സാധാരണ എണീക്കുന്ന സമയം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായതുപോലെ, അതായത് ഒരു 6 മണിക്ക് എണീക്കേണ്ടി ഒരു 6:05 എണീച്ച പോലെ തോന്നി. അപ്പൊ ജ്യേഷ്ഠം എല്ലാവരും വിളിച്ച് 5 മിനിറ്റ് ലേറ്റായി പോയി, എനിക്ക് ഇന്നലെ ഉറങ്ങി ഒരു 5 മിനിറ്റ് ലേറ്റായി എനിക്ക് നമ്മളെ ചക്ക ഇന്നലെയോ ഇപ്പോഴും ഉറങ്ങിയിട്ട് എണീച്ചിട്ടേ ഇല്ല. പൊരലുള്ള 15 ആള് വിളിച്ചങ്ങ് എണിക്കല, 11 10 എണിക്കയില്ല. ഇരിക്കട്ടെ, നമ്മളെ ആവശ്യമൊന്നും പറയാൻ നിൽക്കണ്ട. ഏതായാലും ഈ മഹാന്മാർ എന്ത് ചെയ്തറിയോ? അതിൽപ്പെട്ട ഒരാള് അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു. ഒരാള് അയാൾ അവിടെ ചെന്നിട്ട് ഇവിടെ അങ്ങാടിയിലുള്ള ഭക്ഷണങ്ങള്, ബ്രെഡ്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് പൈസ കൊടുത്തപ്പോ പീഡക്കാരൻ പൈസ നോക്കുമ്പോ, ഇതായിരുന്നു ഈ പൈസ, ഇത് എപ്പത്തെ പൈസ? സമ്മാന്റെ കാലത്തെ പൈസ. 300 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട് ഭരിച്ചിരുന്ന അക്രമിയായ രാജാവിന്റെ മുഖം ആലേഖനം ചെയ്യപ്പെട്ട പൈസ. ഇതെങ്ങനെ എത്തി നിന്റെ കയ്യില്? നിനക്കെന്തോ ബ്ലാക്കിന്റെ പണിയാണ്, നീ എന്താ, നീ ആള് തിരികടെയാണ്, നിനക്കെന്തോ സൈഡ് ബിസിനസ് ഉണ്ട്, അങ്ങനത്തെ കുറെ ഉണ്ടല്ലോ. അല്ലേ? എത്ര മുഞ്ഞാന്ന് നമ്മളെ മലയാളക്കരയില്, കേരളക്കരയിൽ ഒരു ഡോക്ടറെ പിടികൂടി. പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ കാര്യം? അയാളെ കയ്യിൽ ബ്രൗൺ ഷുഗർ, ലഹരി മരുന്ന്, കഞ്ചാവ്. കണ്ട, മരുന്ന് കൊടുക്കുന്ന ഡോക്ടർക്കും പണി തന്നെ. ഇതിന്റെ ഇടയിൽ 350 റുപ്യന്റെ ഗുളികയും 350 റുപ്യന്റെ ഡോസും. ആർക്ക്? രോഗികൾക്കല്ല, അതിനെന്നെ വരുന്ന ആളുടെ അടുത്തേക്ക്. പിന്നെ ഇയാൾ ഡോക്ടർ ആകുമ്പോ പിന്നെ ആരും അങ്ങനെ സംശയിക്കാനും ഇല്ലല്ലോ. പിന്നെ ഒരുത്തെപ്പോഴും പോകുന്നതാണ് പോലും ചെല്ലല്ലേ, എനിക്ക് ഷുഗർ ഡൗൺ ആണേ ഇല്ല, ആരും സംശയിക്കാനില്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും ഷുഗർ അല്ലേ. നീ എന്ത് പോയി എപ്പോഴും ആടിനെ പോകുന്ന അതേ ഡോക്ടർ പിടിക്കുന്നത്? എന്ത് എനക്ക് ഷുഗർ എപ്പോഴും 310, 310 അല്ല, 350 ഇത് കിട്ടണം അവിടെ തന്നെ പോകണം. പോലീസ് അറസ്റ്റ് ചെയ്തു, ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. പണി ഇതാണ്.
ഇപ്പൊ എല്ലായിടത്തും എന്താ പറയാ, നക്കലി, ഡൂബ്ലി എല്ലായിടത്തും ഉണ്ട്. നല്ല ശ്രദ്ധ വേണം. നമ്മളെ വഴിപിടിപ്പിക്കാൻ, നമ്മളെ തെറ്റിക്കാൻ എല്ലാ മേഖലകളിലും അതിന് ആളുണ്ട്. ഇരിക്കട്ടെ, ഇതാ ഈ മനുഷ്യനതാ, ഈ മഹാനതാ അങ്ങാടിയിലേക്ക് അന്നത്തെ നോട്ടും കിട്ടുമായിട്ട് ചെന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ചോദിച്ചപ്പോ അങ്ങാടികാരൻ പറഞ്ഞു, ഇല്ല, നിന്നെ വിടാൻ പറ്റില്ല, നിന്നെ വിടാൻ പറ്റില്ല, നീ കള്ളനാണ്, നീ കള്ളനാണ്. കാരണം നിന്റെ കയ്യിലുള്ള ഈ പൈസ ഇന്നത്തെ പൈസയല്ല, ഇന്നത്തെ പൈസ കാണണോ, ഇന്നത്തെ നോട്ട് നിനക്ക് കാണണോ എന്ന് പറഞ്ഞിട്ട് അയാളതാ ടേബിളിൽ നിന്ന് നോട്ടും കെട്ടുകളും കോയിനുകളും അങ്ങനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഇതാണ് ഇന്നത്തെ പൈസ, ഇതിലുള്ള രാജാവിന്റെ മുഖം കണ്ടോ, ഇതിലുള്ള മുദ്ര കണ്ടോ, നിന്റെ കയ്യിലുള്ളത് 300 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പത്തെ പൈസയാണ്, അതിപ്പോ നടക്കണില്ല, അത് കള്ളപ്പണമാണ്, അത് കള്ളപ്പണമാണ്, അത് കള്ളനോട്ടാണ്, അത് പറ്റില്ല. അതുകൊണ്ട് നീ എന്തോ തരികട സംഘത്തിലെ മെമ്പറാണ്, നിന്റെ ബാക്ക് നീ ഏതോ ഒരു ഗാങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ പിടികൂടുന്നു. അയാൾക്ക് സംഗതിയെ അറിയില്ല, അയാൾക്കറിയില്ല, അയാളത് കള്ളനോട്ടുണ്ട ആളാണ്. അയാളെ പോലത്തെ ഒരു നല്ല മനുഷ്യൻ അവിടെ നല്ല നോട്ട് പിടിച്ചവരിലില്ല. ആ കാലത്ത്, ആ സമാനില്, ഫിൽ വക്തി അയാളെ പോലത്തെ നല്ല ഒരാൾ അവിടെയുള്ള നല്ലവരിലില്ല. പക്ഷെ അയാൾ ഇതെല്ലാം കേട്ടിട്ട് പാകാന്തിച്ചു. ഇതെന്ത് കഥ, ഞാൻ എന്താണ് ഈ കേൾക്കണത്? ഞങ്ങൾ ഇന്നലെ രാത്രി ഏതോ നാട്ടിൽ നിന്ന് വന്നു, അത് ഇവരോട് പറഞ്ഞില്ല. പക്ഷെ അയാൾ ചിന്തിക്കുകയാണ് മനസ്സിന്റെ അകത്ത്, ഞങ്ങൾ അങ്ങനെ പാഞ്ഞു വന്നിട്ട് ഇന്നലെ ആ ഗുഹയിൽ പാർത്തിയാണ്, വരുമ്പല്ല രാത്രി ആയതുകൊണ്ട് റോഡൊന്നും നേരെ കണ്ടിട്ടേ, ഇപ്പല്ല ശരിക്കും കാണുന്നു, അവിടെ ബിൽഡിംഗ് എല്ലാം ഉണ്ട്. സംഗതി കാണാത്തതല്ല, ഇന്നലെ ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടായിട്ടോ ഇയാളെ ഇന്നലെ എല്ലാവരും വന്നു, 350 കൊല്ലങ്ങൾക്ക് മുമ്പല്ലേ. ഏതായാലും അവിടെ നിന്ന് എങ്ങനെ പറഞ്ഞു പിന്നെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പോഴേക്ക് പിന്നെ അയാൾ പോലീസുകാരെ വിവരം അറിയിച്ചു. അപ്പൊ പിന്നെ പോലീസുകാർ വന്നു, ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇങ്ങോട്ടൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ അപ്പോ ഇയാൾ, ഈ സഹോദരന് മറ്റുള്ളവരെ പറ്റി വിവരം പറയുന്നു, അവിടെ അന്വേഷിക്കുന്നു, പിന്നെ അവരെയും കൊണ്ടുവരുന്നു. അവസാനം നോക്കുമ്പോ അന്നുള്ള രാജാവ് നല്ലവനാണ്, സ്വാലിഹായ മനുഷ്യനാണ്, ഈമാനുള്ള മനുഷ്യനാണ്, മുഅ്മിനീങ്ങളോട് ഹുബ്ബുള്ള മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. അയാൾക്കറിയാം ഒരു ചരിത്രം, ആ നാട്ടുകാർക്കറിയാം ഒരു ചരിത്രം, ആ നാട്ടിലുള്ള സകല കലാലയങ്ങളിലും പഠിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രം. എന്തറിയാമോ, 300 വർഷങ്ങൾക്ക് മുമ്പ് നല്ലവരായ 7ഓളം ആൾക്കാർ നാട് വിട്ട് പോയിട്ടുണ്ട്. അന്നുള്ള അക്രമിയായ രാജാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചറപ്പിനെ കുറിച്ചുള്ള ഈമാനിന്റെ ഹലുകാർ, പടച്ചറപ്പിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച മഹാന്മാർ, അവർ ഓടിപ്പോയവരാണ്. അവർ ഏതോ ഒരു ഗുഹാമുഖത്ത് അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള കഥ നാട്ടുകാർക്കറിയാ. പക്ഷെ അത് ഇവരെന്നെയാണെന്നറിയില്ല, അത് ഈ മനുഷ്യന്മാരാണെന്നറിയില്ല. അവസാനം വിശദമായ ചോദ്യം ചെയ്തപ്പോ സംഗതി മനസ്സിലായി, ഇവരാണ് ആ മഹാന്മാർ. സുബ്ഹാനല്ലാഹ്. അവരെ ആ ഗുഹന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു, ഗുഹയുടെ അടുക്കത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അങ്ങ് പരിശോധിച്ച സമയം സുബ്ഹാനല്ലാഹ്, സംഗതി മനസ്സിലായി. കാലം മാറിയിട്ടുണ്ടെന്ന്, നാട്ടുകാർ മാറിയിട്ടുണ്ട്, നാടും മാറിയിട്ടുണ്ട്. ഇത് പഴയ കാലമല്ല, പഴയ നാടല്ല. അവസാനം അതാ ചരിത്രം പറയുന്നു, ആ ഗുഹന്റെ അകത്ത് തന്നെ അവർ കിടക്കുകയും കിടന്നുറങ്ങുകയും അവിടെ വെച്ച് തന്നെ അവർ മരിക്കുകയും ആ ഗുഹാമുഖം അടച്ചു. അവിടെ തന്നെ അത് അവരെ മറമാടുകയും ചെയ്തു. ഖുർആൻ ഷരീഫ് പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാനിത് പറഞ്ഞത് ചെറുപ്പക്കാരാ ചിന്തിക്കണ്. ആ 7 ബാല്യക്കാർ നല്ലവരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ നല്ല പടി പോലത്തെ ബാല്യക്കാരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ നിന്നെ പോലെയല്ല, ഭക്തന്മാരായിരുന്നു, നല്ലവരായിരുന്നു, സദ്വ്രതരായിരുന്നു, ഈമാനുള്ളവരായിരുന്നു, അല്ലാഹനെ പേടിച്ചവരായിരുന്നു, തെറ്റ് ചെയ്യാത്തവരായിരുന്നു, തെറ്റുമായി ബന്ധപ്പെടാത്തവരായിരുന്നു, തെറ്റുമായി സഹകരിക്കാത്തവരായിരുന്നു. ആ 7 മഹാന്മാർ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചിട്ട് എല്ലാ വിചാരണകളും കഴിഞ്ഞ് അവന്റെ സുഖലോക സ്വർഗത്തിൽ കിടക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ എന്തുണ്ട് കാര്യം?
എന്തുണ്ട്? നമ്മുടെ ചെറുപ്പക്കാർക്ക് അമലുണ്ടോ? ഉണ്ടാ? ഇപ്പൊ ഞാൻ നിങ്ങൾ ശരിക്കും കേട്ടെങ്കിൽ നിങ്ങൾക്ക് ബേജാറുവാവും അല്ലെ? ഉള്ളത് പറഞ്ഞെങ്കിൽ ഉമ്മാക്കും ആന്നില്ല എന്നല്ലേ വിഷയം അല്ലേ? അല്ലേ? എന്നാലും ചോദിക്കട്ടെ, ഈ വയലിന് വന്നവരല്ല ഇന്ന് സുബയും ദുഹറും അസുറും ആരിവും ഇഷ എല്ലാം നിസ്കരിച്ചിട്ട് വന്നിട്ട് തന്നെ ഇരുന്നിട്ട് അണക്കോ? അതുമില്ല. ഇങ്ങനെ എണിച്ചിട്ട് ചെല്ലണ്ട, ഞാൻ നിസ്കരിച്ചിട്ടില്ല സാർ, നിങ്ങൾ ചെല്ലേ ശരി തന്നെ, നിങ്ങൾ ചെല്ലണം തന്നെയില്ല, ഞങ്ങൾക്ക് തന്നെ അന്താജാന്ന്. ഇടനല്ല എല്ലായിടത്തും അങ്ങനെ കാണുന്നില്ല. ഞങ്ങളെ പൊന്നാര മോള് സലാത്തുണ്ട്, ഉറൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അസർക്കെ വായുന്നു. ഉള്ളോ ഗണേശന്റെയും നാരായണന്റെ ടെമ്പയും ജീപ്പെല്ലാം പിടിച്ച് ഉള്ള മുഹമ്മദിന്റെ സുമവും കാറും എടുത്ത് പോയി സലാത്ത് അല്ലെങ്കിൽ ഉറൂസ്. എന്നിട്ട് വന്നപ്പോ 4 മണിക്ക് പോയോ വന്നത്? 12:07 ഒരു കുറെ പുകയും 12 ബോട്ടിന്റെ കെട്ടും. മാരിബുമില്ല, ഇഷാവുമില്ല. എന്താ പോയത്? ഉറൂസ്, സിയാറത്ത്, സലാത്ത്. ഏത് സിയാറത്ത്? ഏത് ഉറൂസ്? ഉറൂസിന് പോണ്ടെന്ന് പറയില്ലാങ്ങോ? ഉറൂസിന് പോണം. ഉറൂസ് മഹാന്മാരുടെ പേരിലുള്ള ആണ്ടനുസ്മരണമാണ്. മഹാന്മാരോടുള്ള മഹബത്തിന്റെ ഭാഗമായി വിശ്വാസികൾ അഖിലവും ചെയ്യുന്ന കാര്യമാണ്. അത് വേണ്ടെന്ന് ഞങ്ങൾ പറയണില്ല. പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങൾ വീട് വിട്ടിറങ്ങുമ്പോ ഹറാമായ കാര്യങ്ങളിലേക്കാണ് അവസരം ഉണ്ടാക്കുന്നതെങ്കിൽ പാടില്ല. ഫർലായ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മൈലാഞ്ചി വന്നാ ഉമ്മാക്ക് നിസ്കാരമില്ല, മംഗലം വന്നാ പിന്നെ മൂന്നാക്ക് പെങ്ങക്ക് നിസ്കാരമില്ല. ഇല്ല. നമ്മുടെ നിസ്കാരം നമ്മുടെ ഈമാനിന്റെ കോലമാണ് ഈ പറയുന്നത്, നമ്മുടെ ഈമാനിന്റെ അളവാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഹറാമ് കാണാൻ നമുക്കെന്ത് രസമാണ്, ഹറാമ് കാണാനും അത് കാണിച്ചു കൊടുക്കാനും നമുക്കെന്ത് ഹരമാണ് അല്ലേ? നിഷിദ്ധമായ കാര്യങ്ങള്, വേണ്ടാത്തരങ്ങള്, അല്ല പൊരുത്തപ്പെടാത്ത കാര്യങ്ങള് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും നമുക്കെന്ത് താല്പര്യമാണ്. ഞമ്മ കളിക്കാൻ ഞമ്മക്ക് നീ വരുന്ന ഞാൻ വരുന്നില്ല, എന്റെ പൈസ ഇല്ല, പെട്രോളും ഇല്ല, ബൈക്കിൽ പെട്രോളും ഇല്ല, ഞാൻ വരുന്നു സാറല്ല, ഞാൻ വീത്ത നീ വാ എടക്ക് കബഡി. ഇതേ ചെറുപ്പക്കാരൻ മോനെ വിളിച്ചിട്ട് വാ ഞമ്മ പള്ളിക്ക് പോയിട്ട് പറഞ്ഞുമില്ല. ആ സമയത്തോ പെട്രോൾ ഇല്ല, 5 ലിറ്ററുമില്ല. കാരണം അത് പെട്രോൾ ഉണ്ടെങ്കോ പള്ളിക്ക് വരുന്നില്ല. ഇനി പെട്രോൾ ഇല്ല, 5 ഒന്നുമില്ലല്ലോ. നന്മയിലേക്ക് വിളിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലില്ല, നന്മ ചെയ്യുന്നവരില്ല. ഹറാം ഇന്ന് വ്യാപകമാണ്, ഹറാമിനെ പറ്റിയുള്ള ബോധവും കുറവാണ്. ഇന്ന് ഹറാമല്ല നമുക്കൊരു സിമ്പിളാണ്. സുബ്ഹാനല്ലാഹ്. അന്യ പെണ്ണുങ്ങളുമായി ചാറ്റിംഗ് ചെയ്യുന്ന അന്യപുരുഷന്മാർ എത്രയാണ്, അന്യപുരുഷന്മാരുമായിട്ട് ചാറ്റിംഗ് നടത്തുന്ന പെണ്ണുങ്ങൾ എത്രയാണ്, ആണുങ്ങൾ എത്രയാണ്. നല്ല ജാഗ്രത വേണം. മക്കളെ പറ്റി, അവരെ കയ്യിലുള്ള മൊബൈലിനെ പറ്റി നല്ല ജാഗ്രത വേണം, നല്ല ജാഗ്രത വേണം. മൊബൈലിലൂടെ ഓൺലൈൻ ലവ് ഇപ്പൊ എല്ലാം ഓൺലൈനിലല്ല പറ്റേ. ഇപ്പൊ എല്ലാം ഓൺലൈനില് ഷൂ, സോക്സ്, മീനി, ഫുഡ്, ബെൽറ്റ്, ചട്ടി, മൊബൈല് എല്ലാം ഓൺലൈനിലാകുമ്പോ ലവ് ഓൺലൈനിൽ പോ. അങ്ങനെ ഓൺലൈനിലെ ലവ് ആയിട്ടാകുമ്പോ മുഞ്ഞാന്നൊരു പെണ്ണ് 3 മക്കളെ അളക്കിയിട്ട് മാപ്പിള്ളെ അളക്കിയിട്ട് പാഞ്ഞോട്ട് വന്ന പത്രത്തിലുള്ള റിപ്പോർട്ടാണ്, വെറുതെ പറയണയല്ല, പത്രത്തിലുള്ള റിപ്പോർട്ടാണ്. പാഞ്ഞോണ്ട് വന്ന് ഓനെ തേടിയിട്ട് ചാറ്റിംഗിലൂടെ പരിചയപ്പെട്ടു, വാട്സപ്പിലൂടെ പരസ്പരം മെസ്സേജുകൾ കൈമാറി, അവസാനം സ്നേഹം പങ്കിട്ടു, പിന്നെ ഹായ് ഹൂയ് നല്ലാക്കി, അവസാനം ഹോയ്, ഓള് ഹോയ്. ഓളാരി ഓള് ചെറിയോളൊന്നുമല്ല, 3 മക്കളുണ്ട്. മാത്രമല്ല മാപ്പിളയും ഉണ്ട്. ആ മാപ്പിളനെയും വിട്ട്, അതുപോലെ തന്നെ മക്കളെയും വിട്ട്, എല്ലാരെയും വിട്ടിട്ട് അവനതാ മൊബൈൽ പ്രണയം. വീട് വിട്ടിറങ്ങിയ വീട്ടമ്മ കാമുകനെ കണ്ട് ഞെട്ടി. എന്താ പറഞ്ഞ? വീട് വിട്ടിറങ്ങിപ്പോയി ഓള്. കാരണം അവനെ കാണാതിരിക്കാനാവില്ല. ഏകദേശം 1.5 മാസത്തോളായി. മാരിമെന്ന് കുടിച്ച് രാത്രി 3 മണി വരെ ഹായ് ഹൂയ് എന്നെ. പക്ഷെ ഈ ഹായ് ഹൂയ് നാക്കുന്നല്ലാണ്ട് ആളെ കണ്ടിട്ടേ ഇല്ല. അവസാനം മക്കളും വേണ്ട, ഓനും വേണ്ട.
അതാ അവനെ തേടി പോകുന്നു. സുബ്ഹാനല്ലാഹ്, ഉള്ളതെല്ലാം പറക്കിയെടുത്തിട്ട് അവളങ്ങി ഇറങ്ങി. 40 ഏകദേശം 36-37 വയസ്സുള്ള പെണ്ണ്, നല്ല പ്രായമുള്ള പെണ്ണ്. അതേ, ഒരു ഭർത്താവ് ഉണ്ടായിട്ട് പോലും വികാരത്തിന് അവൾക്ക് ശമനമുണ്ടായിട്ടില്ല, അള്ളാന്റെ ബോധമുണ്ടായിട്ടില്ല, മക്കളുണ്ടായിട്ട് പോലും തീരെ തലക്ക് വെളിവ് വരാത്ത പെണ്ണ് ഏതോ ഒരു നൈമിഷികമായ സുഖം തേടിയിട്ട് ഏതോ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അവനെ തേടി ഇറങ്ങിപ്പോകുന്നു. കണ്ടിട്ടില്ല, പരസ്പരം മീറ്റായിട്ടില്ല, ദൂരെയാണ്. കാണാൻ പോകണമെന്ന മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അയാളത് പങ്കുവെക്കുകയും ചെയ്തു. വാ, എന്നെ കണ്ടോളൂ, വന്നോളൂ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് വന്നോളൂ, ഇനി ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പറയേണ്ട താമസം ഇവളതാ ഇറങ്ങുന്നു. നട്ടപ്പാതിര നേരത്തെ എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയ ആ മധ്യവയസ്കയായ പെണ്ണ് അവസാനം അൻവേടിച്ച് അതേ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട പുതിയ കാമുകനെ കണ്ടെത്തുന്നു. അവനെ കണ്ടപാടെ ഓളെ ബെറ്ററി പോയി. അവനെ കണ്ടപാടെ ഓള ഹാർട്ട് അറ്റാക്കും കിഡ്നി വീറ്റക്കും പോയി. എന്ത് കഥ? ചെക്കന് 12 വയസ്സ്. മനസ്സിലായിട്ടെങ്കിൽ 12-ാണ്ടത്തെ ചെക്കോ ബാപ്പാന്റെ മൊബൈൽ എടുത്തിട്ട് വെറുതെ കുസാളാക്കിയത്. പിന്നെ ഒരു പെണ്ണ് വിളിക്കുന്നു ചെല്ലുമ്പോ 12-ാണ്ടായത് 8-ാണ്ടായത്. കിടാക്കല്ല, ആ ലോകത്തല്ലേ, എല്ലാം 4G അല്ലേ പറ്റേ. ചെക്കൻ പണ്ണി എന്തോ കുസാളാക്കി, ഇവളിനെ കാര്യാക്കി. പെണ്ണല്ലേ, ശ്രദ്ധിക്കണം, നല്ല പോലെ ശ്രദ്ധിക്കണം.